നാല് പാടും ഫ്രഞ്ചാണ്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഫോൺ അശ്വിന്റെ തന്നെ. എന്റെ സങ്കല്പത്തിലെ പാരീസ് ഇങ്ങനെയായിരുന്നു. ഇതൊക്കെ 12th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയത്. ഈ റിവർ ഇല്ലേ, എന്താ അശ്വിൻ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് സെൻ എന്ന് വിളിക്കാം. ഒരു ഹെയർ സീറം മേടിക്കണം. കാരണം പിന്നെ നോക്കുമ്പോ ഇത് തന്നെ എവിടെ. അശ്വിനൊരു 4-5 ഫ്രഞ്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയോ? അപ്പൊ ഇത് നോക്കിയേ, ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഓൾമോസ്റ്റ് മൊത്തം. ഹായ്, ലൈറ്റ് വന്നേ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് ഇന്ന് പാരീസിലാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ, പാരീസിലെ ഫസ്റ്റ് ഡേ ആണ്. രാവിലെ കുളിച്ച് റെഡിയായി പുട്ടപ്പിനും പുട്ടപ്പിയാക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഏതെങ്കിലും ചെറിയൊരു കാഫേന്ന് കഴിക്കാം. പിന്നെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കണം, പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പൊ ഇനി വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, പോരെ. ഇപ്പൊ ഉണ്ടല്ലോ, കഫേയുടെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇവിടെ കാർഫോർ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഇവിടുത്തെ ഒരു മേജർ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ മേ ബി അവിടെ ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. കാഫേന്ന് കഴിക്കാമെന്ന ആഗ്രഹം, പക്ഷേ എന്നാലും കയറി നോക്കാം ഇവിടെ എന്തുണ്ടെന്ന്. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ട്. ബ്രെഡ്സ് ഉണ്ട്, എന്തോ കുക്കി ഡോണറ്റ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കാര്യങ്ങൾ, വൈൻ, ഡ്രിങ്ക്സ്, അതൊക്കെ ഉണ്ട്. അവിടെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വൂളീസിൻ്റെ ഒരു ചെറിയൊരു ഇത് അല്ലേ. വൂളീസ് മെട്രോ പോലത്തെ ആയിരിക്കും. പിടിക്കാം. ആ കഫേയിൽ വല്ലതും നോക്കിയാലോ നമുക്ക്. സമയം ഇവിടെ രാവിലെ ഇപ്പോൾ എത്ര മണിയായി? 9:45. കാഫേസ് ഒന്നും അങ്ങനെ ഓപ്പണായി കാണുന്നില്ല. എന്നുവെച്ചാൽ ഉണ്ട്, ഒരെണ്ണം ഓപ്പൺ ആയിട്ടുണ്ട്, ബാക്കിയൊന്നും. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ ഒത്തിരി കാഫേസൊക്കെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടു. ഇന്ന് അത്ര ഓപ്പൺ ആയിട്ട് കാണുന്നില്ല. നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് കാഫേസ് ഓപ്പൺ ആയിരിക്കുമല്ലോ. ഇവിടെ എന്താ സീൻ അറിയില്ല. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണോ ഓപ്പൺ ആവുന്നതെന്നാണ് ഡൗട്ട്. നമുക്കിപ്പോൾ ഈ ഒരു കാഫേയിൽ കയറി നോക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ ഇംഗ്ലീഷിലുള്ളത് കൊണ്ടു തന്നു. നമ്മളൊരു ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര ഉണ്ടാകും. ഒരു ഹോട്ട് ഡ്രിങ്ക്, ഒരു കോസാൻ ആൻഡ് ബ്രെഡ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, ഒരു വൈറ്റ് ചീസ്, പിന്നെ ഒരു യൂറോപ്യൻ. അതിനകത്ത് ഇത്ര സാധനങ്ങളുണ്ടാവും. ഇത് രണ്ടും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനകത്ത് ഒരു ക്യാപ്പിച്ചീനോ വരുന്നുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് വരുന്നുണ്ട്, പിന്നെ ഒരു കോസോ പ്ലസ് ബ്രെഡ്, പിന്നെ അതിൻ്റെ ബട്ടർ കാര്യങ്ങൾ. പിന്നെ അശ്വിൻ പറഞ്ഞത് ഒരു യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു എസ്പ്രസ്സോ പറഞ്ഞിട്ടുണ്ട്, ക്രീമുണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ എഗ്, ഈ എഗ്സും ബേക്കണും ഉണ്ട്. പിന്നെ അതിലും അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് കഴിക്കാം. ഇതുണ്ടല്ലോ, ഇത് ഭയങ്കര സോഫ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റും ഉണ്ട്. ഇങ്ങനെ കണ്ടോ, പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ കഫേന്ന് കേട്ടോ കഴിച്ചത്. നല്ലതായിരുന്നേ. ഇനി നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇവിടുന്ന് നോത്രദാം ആ ചാപ്പലിലോട്ട് പോവാം, ആ കത്തീഡ്രലിലോട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ഇവിടെ എല്ലാം ആക്റ്റീവായി വന്നു തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതെന്താ ഇവിടെ നിന്ന് കാഫേ തുറക്കാത്തതെന്ന്. ഇപ്പോൾ 10 മണിയായി. 10 മണിയായപ്പോഴത്തേനും എല്ലാം തുറന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഓസ്ട്രേലിയ ഇതുമായിട്ട് ഒരു വ്യത്യാസം. ഓസ്ട്രേലിയയിൽ 6 മണിയാകുമ്പോഴത്തേനും എല്ലാം തുറക്കും, ഇവിടെ 10 മണിയാകുമ്പോൾ. ഓരോ കൺട്രിയിലും ഓരോ പോലെ, നമ്മളതനുസരിച്ച് പ്ലാൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം, നോത്രദാമിലോട്ട് പോകാം. ഇത് ബിൽഡിങ്സ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ,
നോക്കിയേ ഈ ഒരു വഴി നോക്കി, ഇതൊക്കെ എന്ത് ബിൽഡിങ്ങാണെന്ന് അറിയില്ല, കണ്ടിട്ട് കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. എല്ലാ ബിൽഡിങ്ങിൻ്റെ അവിടെയും നോക്കട്ടെ, സൂം ചെയ്യാൻ കണ്ടോ, എല്ലാ ബിൽഡിങ്ങിലും ഓരോരോ നല്ല നല്ല കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ബാൽക്കണിയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ മൊത്തത്തിൽ എല്ലാത്തിലും ഏകദേശം സിമിലറായിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, രക്ഷയില്ല. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ച്. നേരത്തെ പറഞ്ഞ 10 മണിയായപ്പോൾ കടകളിൽ കാഫേസൊക്കെ തുറന്ന് ചെയർസൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. മെട്രോ ആണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ മെട്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് 1 ഡേ പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 12 യൂറോ അങ്ങായിട്ട് 1 ഡേ പാസ്. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെട്രോ കയറി നമുക്ക് ഇപ്പോൾ പറഞ്ഞ നോർത്ത് ഒക്കെ പോവാം എന്നാണ് നമ്മുടെ പ്ലാൻ. നമ്മളിപ്പോൾ സ്റ്റേഷൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് സ്റ്റേഷൻ. ഇവിടുത്തെ ബസ്സസ് പബ്ലിക് ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു. ഒത്തിരി പേര് ഇത് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ചത്തേനെ, ഇതിലേ വരുന്നുണ്ടായിരുന്നു വലിയ ബസ്, പിടിച്ച് ചത്തേനെ ഞങ്ങള്. നമ്മളിപ്പോൾ സ്റ്റേഷനിലോട്ട് നടക്കാൻ തുടങ്ങിയതാണേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പോലെ നല്ല രസമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്വയർ, നല്ലൊരു വലിയൊരു സ്റ്റാച്യു ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ മെട്രോ ഇറങ്ങിയിട്ട് നോത്രദാം ഉള്ള ആ ഒരു സ്റ്റേഷനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നടക്കുക പുറത്തേക്ക്. ബാഗും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇച്ചിരി റോബറി കൂടുതലാണ് അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ ഷോർട്സ് എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി നടക്കുകയാണ്. കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ സങ്കല്പത്തിലെ പാരീസ് ഇങ്ങനെയായിരുന്നു, അതുപോലെയൊക്കെ തന്നെയുണ്ട്. കുറേ ഇങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും പിന്നെ ഇങ്ങനത്തെ ക്യാഫേസും കൊള്ളാം. എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലെ പാരീസ് ഇങ്ങനെയായിരുന്നു. അശ്വിൻ, ഇവിടെ എല്ലാവരും ഭയങ്കര കട്ട വെൽ ഡ്രസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാരും ഭയങ്കര കട്ട വെൽ ഡ്രസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരാള് മാത്രം കട്ട ഓസി ആയിട്ട് വന്നിട്ടുണ്ടേ. അയാളെ കാണിച്ചു തരില്ല, തൊട്ട് കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും ഭയങ്കര വെൽ ഡ്രസ്ഡ്, വലിയ നല്ല അടിപൊളി ജാക്കറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ മാത്രം കട്ട ഓസിയാണ്. എല്ലാ ഓസി താഴെ മറ്റേ സമ്മർ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരാൾ വന്നേക്കുന്നത്. ഒരു നല്ലൊരു ബിൽഡിംഗ് കാണിച്ചു തരാവേ. ഇത് എന്ത് ബിൽഡിംഗാന്ന് നോക്കിയിട്ട് പറയാട്ടോ. ഇത് കണ്ടോ, ഇതൊരു ഹോട്ടലാണ്. ഇനി പണ്ടത്തെ പാലസ് എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഹോട്ടലാക്കിയതാണോന്ന് അറിയില്ല. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ നമ്മളിതാ നോത്രദാമിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തി കേട്ടോ. പള്ളിയുടെ മണി കേൾക്കുന്നുണ്ടോ? പള്ളിമണി. ഇതാണ് ആ റിവർ. നമ്മളിനി അങ്ങോട്ട് നടക്കാം. നമ്മൾ നടന്ന് നോത്രദാമിൻ്റെ അങ്ങോട്ട് നടക്കുക. അപ്പോൾ നോക്കുമ്പോൾ കുറേ സോവനിയർ ഷോപ്പുണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പം തന്നെ നമുക്ക് സോവനിയർ മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നു. നോക്കിയേ, കുറേ മാഗ്നറ്റ്സ് ഉണ്ട്. ആണോ? ഉറപ്പാണോ? തിരിച്ചു വരുമ്പോൾ മേടിക്കാനാ? ഓക്കെ. കുറേ ഫുൾ പാരീസ് സാധനങ്ങളാണ്. ഒരു മാഗ്നറ്റ്, നമ്മൾ ഓരോ കൺട്രിയിൽ പോകുമ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാം എന്ന് വിചാരിക്കുന്നു. നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കി, ഇത് ടേബിൾ മാറ്റ്സ് ആണ്. അത് കുറച്ച് രസമുണ്ട്. മറ്റേ ബഗറ്റ്സ് ഒക്കെ ഉള്ള അതിന് രസമുണ്ട്. നോക്കിയിട്ട് പക്ഷെ പാരീസ് ആണെന്ന് മനസ്സിലാവോ? എഴുതിയിട്ടുണ്ടോ? ഇതിന്
ഓക്കെ. ഏതാ എടുക്കുന്നേ? ബൊക്കെ ഇതാ. ഓക്കെ. വൈൻ, പാരീസ് ഐഫിൽ ടവറും ഒക്കെ ഉണ്ട്. യെസ്, ഓക്കെ, അതെടുക്കാം. നമ്മളിപ്പോൾ നോത്രദാം കത്തീഡ്രലിലോട്ട് നടക്കുക. നല്ല ക്യൂ ആണ്. ഈസ്റ്ററിൻ്റെ ദിവസമായതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ക്യൂ ആണ് ഇത് മൊത്തം. നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ആണ്. ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ക്യൂ, അത്രയും ദൂരം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇത് യുനെസ്കോ ഹെറിറ്റേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് ആണ്, കത്തീഡ്രലാണ്. 12th സെഞ്ച്വറിയിലാണ് ഇത് പണിതത്. ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് രാജാക്കന്മാരുടെ കൊറോണേഷൻ ഉണ്ടായത്. രാജാക്കന്മാരൊക്കെ നെപ്പോളിയൻ നടത്തുന്നത്. പിന്നെ നെപ്പോളിയനെ ഇവിടെ വെച്ചിട്ടാണ് രാജാവൊക്കെ ആക്കിയത്. പിന്നെ 2019 ഇവിടെ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറേ പ്രശ്നങ്ങൾ കുറച്ച് നശിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരു 5 years എടുത്തിട്ട് കഴിഞ്ഞ വർഷമാണിത് പിന്നെ റീഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഈസ്റ്ററിൽ നമ്മൾ വന്നേക്കുകയാണ്. എന്താ പുറത്തോന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ നിന്ന് അവസാനത എത്തി കേട്ടോ. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. എന്നിട്ട് ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ കയറുകയാണേ. അശ്വിനെന്തി ഓക്കെ. ഇവിടെ ഇപ്പോൾ കുർബാന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല കേട്ടോ, കുർബാന നടക്കുന്നില്ല ഇപ്പോൾ. അയ്യോ, ഒരമ്മച്ചി ഒരു കൊച്ചിനെ അടിച്ച്. ഇവിടെ പള്ളിക്കകത്ത് കയറിയതാണ്. ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ 3 വട്ടം 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നടക്കുന്നുള്ളതുണ്ട്. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ 3-4 ഫ്രഞ്ച് വാക്ക് പഠിച്ചിട്ടുണ്ട്. എനിക്കിത് ആരോടെങ്കിലും പറയണമെന്ന് കേട്ടോ. ഇതാണ് പ്രശ്നം. നല്ല ബ്യൂട്ടിഫുൾ പള്ളി കേട്ടോ. എല്ലാം ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഒരു പ്രസംഗിക്കുന്നതിൻ്റെ ഒരു തട്ടൊക്കെ ഉണ്ട്. ഈ ഷാൻഡ്ലിയറൊക്കെ കാണാൻ എന്ത് രസമാണ്. പക്ഷെ കുറച്ച് അത്യാവശ്യം ഇപ്പോൾ ക്രൗഡഡ് ആണ്. എനിക്ക് തോന്നുന്നു അല്ലാത്തൊരു ദിവസം വരികയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ശാന്തത ഉണ്ടാകുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇത് പാരീസ് ആയതുകൊണ്ട്, ഇത് നോത്രദാമും ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു ക്വയറ്റ് ആയിട്ടൊരു സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പള്ളിയിലാണ്, ഈ നോത്രദാം പള്ളിയിലാണ് നെപ്പോളിയനെ രാജാവാക്കി കൊറോണേഷനൊക്കെ ചെയ്ത പള്ളി. രക്ഷയില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും നടന്ന് കാണാവുന്ന കൊത്തുപണികളും ആർട്ട് വർക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോട്ടർഡാമിൽ. ഇതൊരു കുമ്പസാരക്കൂടാന്ന് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. പള്ളിയുടെ അൾത്താരയുടെ പുറകിൽ കൂടെ ഓരോരോ വിശുദ്ധന്മാരുടെയൊക്കെ ഓരോ സ്റ്റേഷൻസ് പോലെ ഉണ്ടേ. കാണിച്ചു തരാം. ഇത് കണ്ടോ? അല്ലെങ്കിൽ ഓരോ സ്റ്റേഷൻസും സെയിൻറ്റ് ലൂയിസിൻ്റെയാണ്, ഒരു ചാപ്പൽ പോലെയാണ്. ഇതെല്ലാം പള്ളിയുടെ അകത്ത് അൾത്താരയുടെ പുറകിലാണ്. കണ്ടോ? ഓരോരോ വിശുദ്ധന്മാരുടെ സ്റ്റേഷൻസ് പോലെയുള്ള സ്ഥലമാണ്. ഇത് വേറെ ഒരു സെയിൻറ്റ് മാർസലിൻ്റെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ, ചാപ്പൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏരിയ ഫോർ പ്രെയർ.
ഇപ്പോൾ ഈ പള്ളിയുടെ അകത്ത് തന്നെ ഒരു മെമ്മോറിയൽ ആയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ സമയത്ത് മരിച്ച ആൾക്കാർക്ക് ഒരു മെമ്മറി അല്ലെങ്കിൽ ട്രിബ്യൂട്ട് പോലെ വെച്ച ഒരു സാധനം കാണിച്ചു തരാവേ. കാണുന്നുണ്ടോ? കണ്ടോ, അതിൻ്റെ മുകളിൽ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇന്ത്യ, ദ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, കാനഡ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, ന്യൂ ഫൗണ്ട്ലാൻഡ്. ഇത്രയും രാജ്യങ്ങളൊക്കെ UK കോളനൈസ് ചെയ്തതാണല്ലോ. അപ്പോൾ ആ സമയത്തും പിന്നെ 1918 ഗ്രേറ്റ് വാറിലും മരിച്ചവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ആ ഒരു മെമ്മോറിയൽ പോലെ അവർക്ക് വേണ്ടി ട്രിബ്യൂട്ട് പോലെ വെച്ചിരിക്കുന്നതാണത്. നോക്കിയേ, ആ ഷാൻഡ്ലിയറും ഈ ഒരു കൊത്തുപണികളും പില്ലേഴ്സൊക്കെ നോക്കിയേ. ഇതൊക്കെ 12th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. ഷാൻഡ്ലിയർ മേ ബി ഒന്നുകൂടെയൊക്കെ പുതുക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഈ 2019 തീ പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നന്നായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ബേസിക് സ്ട്രക്ചർ 12th സെഞ്ച്വറി പണിതല്ലേ അല്ലേ? എന്ത് രസമാണ് നോക്കിയേ. ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോളിഡ് ആർക്കിടെക്ചർ. ടെക്നോളജിയും മെഷീനറീസും ഒന്നും ഇല്ലാത്ത ആ ഒരു 12th സെഞ്ച്വറിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അന്നത്തെ ആൾക്കാരൊക്കെ എന്തോരം സ്കിൽഡ് ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഒരു വ്യൂ ആണ് ഇത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി നമുക്ക് ലാറ്റിൻ കോട്ടർ. അവിടെ നല്ല രസമായിരിക്കും നടക്കാനൊക്കെ ആയിട്ട്, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ലാറ്റിൻ കോട്ടർ പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ ആ ഒരു വാക്ക് നല്ലതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈസ്റ്ററിൻ്റെ അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കുണ്ടാവാതിരിക്കും അല്ലേ? റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ സോവനീഴ്സും പെയിൻറ്റിങ്സും പഴയ പെയിൻറ്റിങ്സും ഒക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ ചെറിയ 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 ഷോപ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഷോപ്സ് അല്ലാണ്ട് വേറെ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഷോപ്സും ഉണ്ട്. പക്ഷേ ഇത് വേറൊരു ടൈപ്പ് ഷോപ്സ്. ഇവിടുത്തെ ഇങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാണ്. നമുക്കിപ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ കാണണമെങ്കിൽ, ചെറിയ രീതിയിലല്ല, ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ കാണണമെങ്കിൽ ഇങ്ങനത്തെ ഈ ബസ്സിൽ കയറിയാൽ മതി. ബിഗ് ബസ് ഇതെല്ലാ സിറ്റിയിലും ഉണ്ടല്ലോ. എല്ലാ മിക്ക ടൂറിസ്റ്റ് സിറ്റിയിലും നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെ സാധനം. എനിക്ക് ഒരു ഹെയർ സീറം മേടിക്കണം. കാരണം നമ്മുടെ ഹോട്ടലിൽ ഷാമ്പു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടീഷണർ ഇല്ലായിരുന്നു. ഞാനാണ് കണ്ടീഷണർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഒരു പ്രത്യേക തരം ഷാമ്പു ആയിരുന്നു. എൻ്റെ മുടി ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. ഇപ്പോൾ അതുകൊണ്ട് സിറം എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഫാർമസി കയറി നോക്കാം. ഇവിടെ സൈക്കിൾ ഭയങ്കര പോപ്പുലറാണ്. ഇങ്ങനത്തെ ലൈമും പിന്നെ അല്ലാണ്ടുള്ള സൈക്കിൾസൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്പിൽ പേ ചെയ്തിട്ട് എടുത്ത് ഓടിക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് ഇതിവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ദേ പാരീസ്. വലിയൊരു മോണ്യുമെന്റാണ്. നല്ല രസമുണ്ട് അവിടെ.
ഒരു ലോ എമിഷൻ ബസ് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാന്ന് തോന്നുന്നത്. കയറിയിട്ട് പാരീസൊക്കെ കറങ്ങി കാണാനായിട്ടുള്ളൊരു ബസ്. ഇപ്പം ഈ കാണുന്നതൊക്കെയാണ് ലാറ്റിൻ ക്വാർട്ടർ. ലാറ്റിൻ ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒത്തിരി നമ്മൾ ഈ കാണുന്ന പോലത്തെ ഇടുങ്ങിയ സ്ട്രീറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ലാറ്റിൻ ക്വാർട്ടർ. ഞാൻ കാണിച്ചു തരാം കുറച്ചൊക്കെ. നല്ല ക്യൂട്ട് കാഫേസ് ഒക്കെ ഒരു സ്ഥലത്ത്. പിന്നെ എവിടെ നോക്കിയാലും ഇത്രയും നല്ല അടിപൊളി ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി പഴയ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ്. ഇതെന്ത് ബിൽഡിംഗ് ആണെന്ന് അറിയില്ല, നോക്കണം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാക്കേജ് ടൂറായിട്ട് എടുത്തവര് അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ പറയുന്ന ലാംഗ്വേജിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ അങ്ങനെ പാക്കേജ് ആയിട്ടുള്ള എടുത്തവരാണ് ഇവരൊക്കെ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ നടന്നു വന്ന് ഷേക്സ്പിയർ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റോറിലാണ്. അത് കുറച്ച് ഫേമസ് ആണ് ഇവിടെ. 1951 തുടങ്ങിയതാണത്. അത് ഈ എമേർജിങ് റൈറ്റേഴ്സൊക്കെ പണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് കസ്റ്റമേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് അവരുടെ എമേർജിങ് റൈറ്റേഴ്സ് അല്ലേ, അപ്പോൾ അവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് സ്റ്റോറി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ 1951 തുടങ്ങിയതാണ്. കുറച്ച് പ്രിറ്റി പോപ്പുലറാണ്. അകത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഓട്ടോ പോലത്തെ ടുക്ക് പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതിലുണ്ട്, വണ്ടി പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ശരിക്കും ഒരു ഓട്ടോ പോലെ ഇല്ലേ. അതിൻ്റെ വേറെ കളറും കൂടെ ഉണ്ട്. ഇത് ഇവിടെ ഇടണുണ്ട്, വെള്ള. അത് നോക്ക്, കണ്ടോ, നല്ല രസമില്ലേ. ഒരു ഓപ്പൺ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനം. ഇനി ഇപ്പൊ സമയത്രേ ഇപ്പൊ 4:15 ഇപ്പൊ നമ്മളൊന്ന് തിരിച്ച് അക്കോമഡേഷൻ വരെ പോയിട്ട് പവർ ബാങ്ക് ഒക്കെ നമ്മുടെ ഉണ്ട്, ഒരു പവർ ബാങ്ക്, ഒരു വലിയൊരു പവർ ബാങ്കും കൂടി എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഐഫൽ ടവർ നമ്മൾ 9:30 സ്ലോട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. പാരീസ് അല്ലേ, ഒട്ടും ആളില്ല. നോക്കിക്കേ, ആൾക്കാർ ഒഴുകാണ്. എല്ലാരും ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈസ്റ്ററിന് കണ്ടേ. ചെറുതായിട്ട് ഇപ്പൊ മഴയും കൂടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ റിവർ ഇല്ലേ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് സെൻ എന്ന് വിളിക്കാം. ഞങ്ങള് സെന്ന് വിളിക്കുന്നത്. ആ റിവർ പലയിടത്തൊന്നും കാണാവേ. നോക്കി, എപ്പോഴും ഒരു പച്ച കളറാ, കണ്ടോ, പച്ച കളറ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ എവിടെ നോക്കിയാലും നമ്മൾ ആദ്യമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബിൽഡിങ്സ് കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പിന്നെ നോക്കുമ്പോൾ ഇത് തന്നെ, എവിടെ നോക്കിയാലും ഇത് തന്നെ. എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. നല്ല നല്ല ഇതല്ലേ, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. മഴക്കാറ്. ദേ അവിടെ വേറെ ബിൽഡിങ് ഇരുണ്ടിരിക്കുക, നല്ല മഴ പെയ്യാൻ തോന്നുന്നു. അയ്യോ, ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഐഫൽ ടവർ കയറുമ്പോൾ മഴയാണെങ്കിൽ കോമഡി ആയിരിക്കുമല്ലോ. അതും എന്തോ ഒരു ബിൽഡിങ്, എന്ത് ബിൽഡിംഗ് ആണെന്നൊന്നും അറിയത്തില്ല. കാരണം വേണേൽ മാപ്പിൽ നോക്കിയാൽ അത് അറിയും. പക്ഷേ നെറ്റ് അത്ര നന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ, അല്ലേ? കുറച്ച് ഇടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട്. 5G അധികം കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ശരിയായിട്ട് ഗൂഗിൾ ചെയ്ത് പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. എല്ലായിടത്തും 4 ഭാഗത്തും അങ്ങനത്തെ ബിൽഡിങ്സ് ആണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ, ഒരു രക്ഷയില്ല, നല്ല ഭംഗിയാണ്. നമ്മളപ്പോൾ തിരിച്ച് മെട്രോയിൽ തന്നെയാണ് പോകുന്നത്. മെട്രോയിൽ കയറുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, സാധാരണ ഉള്ള പോലെ തന്നെ. ജസ്റ്റ് മെട്രോ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. കാണിച്ചു തരാം.
നാല് പാടും ഫ്രഞ്ചാണ്. ഇസു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് വെച്ചിട്ടാണ് നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു 1 ഡേ പാസ്. ഇത് ഇന്ന് രാത്രി 11:59 വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇവിടെ ടാപ്പ് ചെയ്യുന്നു, തുറക്കുന്നു, പോകുന്നു. അപ്പോൾ നമ്മൾ ഇതാ മെട്രോയുടെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങുകയാണേ. അപ്പം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ മതി അല്ലേ? ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാ പോരെ? അശ്വിനൊരു 4-5 ഫ്രഞ്ച് വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. ചിലവരടുത്ത് അങ്ങോട്ട് പോയിട്ട് മെസ്സിന്നും എക്സ്ക്യൂസ് മീ എന്താ എക്സ്ക്യൂസ് മോ ഒക്കെ പറഞ്ഞു വലിയ ഫ്രഞ്ചുകാരുടെ ഇപ്പൊ എന്നോട് നേരെ ഫ്രഞ്ചിലൊക്കെ കേട്ടോ വർത്താനം പറയുന്നത്. ഞാൻ നോക്കുമ്പോ ഇടയ്ക്കൊക്കെ തന്നെ ഇരുന്ന് വർത്താനൊക്കെ പറയും. നോക്കുമ്പോ പഠിച്ച ഫ്രഞ്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഒരെണ്ണം ചോദിക്കാൻ പറ്റി. പാർലിവൂ അംഗ്ല. അപ്പൊ ഞങ്ങള് ഇരുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഫ്രഞ്ച് കപ്പിളായിരുന്നു. അപ്പൊ അശ്വിൻ അവിടുന്ന് ഞങ്ങക്ക് ഇപ്പുറത്തോട്ട് നീങ്ങണായിരുന്നു. അപ്പൊ എന്താ ചോദിച്ചാൽ പാർലിവൂ അംഗ്ലേസ്. പാർലിവൂ അംഗ്ലേസ് ചോദിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയോ? അപ്പൊ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞവര്. അപ്പൊ ഞങ്ങള് പറഞ്ഞു പിന്നെ നമ്മള് പിന്നെ സൈഡ് വാന്നൊക്കെ പറഞ്ഞു. ഇതാണ് മെട്രോ. അങ്ങനെ സൈഡ് ചെയ്തോ ആന്റി can we go out please എന്നൊക്കെ ചോദിച്ച അവസാനം അവര് മൂവ് ചെയ്തത്. ആഹാ കാലിയായിട്ടാണല്ലോ വന്ന്. അപ്പൊ ഇതേ കയറിയിട്ട് നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ്റെ അങ്ങോട്ട് പോവാം. ഇതിനകത്ത് ആരും ഇല്ലല്ലോ. വാ ഓടിപ്പോ എവിടെ ഇരിക്കാം. നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തെത്തി. ഹോട്ടലിലോട്ട് നടക്കുകയാണേ. മഴയാ, നല്ല മഴ. ഇപ്പോഴാണ് ആയത്. നമ്മൾ താമസിക്കുന്ന സ്ഥലവും നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. കണ്ടോ കുറേ കാഫേസൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലം. രാവിലെ നമ്മൾ ഇവിടുത്തെ ഒരു കാഫേ നമ്മൾ കഴിച്ചിട്ടൊക്കെ പോയത്. അതുകൊണ്ട് ഈ സൈഡിൽ മൊത്തം ഗാർബേജിൻ്റെ ബിൻസാണ്. എനിക്കൊന്ന് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആണെന്ന് തോന്നുന്നു. ഈ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു സ്ക്വയർ? ഇത് നോക്ക് മുകളിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞ് ബാൽക്കണിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായേ. ഇനിയിപ്പോൾ നമ്മളിന്ന് ഒരു സമയത്തറായി ഇപ്പൊ 4:45. ഇപ്പൊരു 5:30 ആകുമ്പോഴത്തേനും ഈ നമ്മുടെ ഡിവൈസൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം ഐഫൽ ടവറിന്റെ ഭാഗത്തേക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഐഫൽ ടവർ ബുക്ക് ചെയ്തിരിക്കുന്നത് 9:30-ക്കാണ്. അപ്പോഴത്തേനും ഫ്ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മള് ഒരു ബ്രേക്ക്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഭാഗം ഇങ്ങനെയാണ്. ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ന്യൂ ഹോട്ടൽ റിപ്പബ്ലിക്. ഇതിന്റെ ഈ ലൈൻ കാണാനും നല്ല രസമാട്ടോ. സങ്കല്പത്തിലെ പാരീസ് പറയില്ലേ, എൻ്റെ സങ്കല്പത്തിലെ പാരീസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് കയറി നിൽക്കാൻ പറ്റി. ഒരു ഡോറ് തുറന്നു തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കണ്ടോ ഈ ഹോട്ടലൊരു ഇങ്ങനത്തേക്ക് ഒരു കുഞ്ഞ് ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതെ 2-3 നിലയുണ്ട്, പക്ഷെ ഇങ്ങനെ ചെറിയ സ്പേസ് ആട്ടോ. അപ്പോൾ ഇതാണെങ്കിലും ലിഫ്റ്റാണ്. ലിഫ്റ്റ് പഴയ പോലത്തെ ഡോറൊക്കെയുള്ള ലിഫ്റ്റ്.
ലിഫ്റ്റ് വരാനൊക്കെ ഇച്ചിരി സമയമൊക്കെ എടുക്കും. അവിടെ നമ്മളിപ്പോൾ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് എത്തി. തിരിച്ച് നമ്മൾ ഒരു ബസ്സിലേക്ക് സാക്കോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ആ ഒരു ബസ്സിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതാ ട്രെയിൻ ഇറങ്ങി ഇനി ഇതിലേക്കൂടെ പോയി കുറച്ച് കയറ്റമുണ്ട്. കയറ്റം കയറി നമുക്ക് ബസ്സിലേക്ക് എത്താം. ഈ യൂറോപ്പിലും പാരീസിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ കോബിൾ സ്റ്റോൺസ് ഉള്ള വഴികളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് മുകളിലിങ്ങനെ കയറ്റം കയറിയിട്ട് ആണ് ആ ബസ്സിലേക്കൽ എത്തുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറേ ഉണ്ടല്ലേ അങ്ങോട്ട് കയറാനായിട്ട്. എത്ര 50 മീറ്റേഴ്സ് കയറാൻ അധികമില്ല. ഇതിൻ്റെ ഈ വഴിക്ക് ഉള്ള 2 സൈഡും മൊത്തം സോനിയ ഷോപ്സ് ആയിരുന്നേ. ഇതുണ്ട് ഈ താഴെ വരെയുള്ള മൊത്തം സോനിയ ഷോപ്സാണ്. നമ്മൾ നടന്ന് ബസ്സിലേക്കയുടെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മൊത്തം കയറി മോള് വരെ എത്താം. ഇത് നോക്കിയേ, ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവം അല്ലേ, നല്ല രസമുണ്ട്. ഹായ്. ഇങ്ങനെ വളഞ്ഞ് കയറി മുകളിലെത്തിയിട്ട് പിന്നെ കുറച്ച് സ്റ്റെപ്സും കൂടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ബസ്സിലേക്ക് എത്തുന്നത്. പക്ഷെ ചെറിയ അങ്ങനെ ഒത്തിരി സ്റ്റീപ്പല്ലാത്ത സ്റ്റെപ്സാണ് അല്ലേ, അതുകൊണ്ട് കയറാൻ വലിയ പാടില്ലല്ലോ. സ്റ്റെപ്സ് ഇച്ചിരി ഉണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയം നല്ല മഴയെല്ലാം പെയ്തിട്ട് ഒരപ്പാപ്പൻ അവിടെ പാട്ട് പാടുന്നതിൻ്റെ കൂടെ നല്ല വൈബ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ബസ്സിലേക്കുള്ള മോളി വരെ എത്തിയേ. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ബസ്സിലേക്കലോട്ട് നമ്മൾ കയറുന്നതേ ഉള്ളൂ. ഇവിടുന്ന് വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, പാരീസ് മൊത്തം കാണാൻ ഇവിടുന്ന്, ഓൾമോസ്റ്റ് മൊത്തം. അങ്ങനെ ആ സ്റ്റെപ്സ് എല്ലാം കയറി നമ്മളിതാ ഫൈനലി നമ്മൾ സാക്കോക്കോ ബസിലിക്കയുടെ ഫ്രണ്ടിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു ബസിലിക്കയായിരുന്നു. വെതറും അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ബസിലിക്കയുടെ അവിടെ വന്നു. ഇതാട്ടോ ബസിലിക്ക. പക്ഷേ ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ പോരാത്ത ക്യൂ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഓൾറെഡി നോട്ടർഡാം കത്തീഡ്രലിൽ കയറാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടില്ലേ കയറി. അതുകൊണ്ട് ഇത് കയറാൻ വയ്യ, ഇനി അതും കൂടെ ക്യൂ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടെയൊക്കെ നടന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ സ്റ്റെപ്സേ വന്നിരിക്കും. ഇപ്പം ഇവിടെ പാട്ട് ആൾക്കാർ ഉണ്ടാവും, അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ കേട്ട് നമ്മൾ ഈ സ്റ്റെപ്സിൽ വന്ന് നിൽക്കുക. ഈ സിറ്റിയുടെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഉണ്ട്. ആൾക്കാർ ബിയറൊക്കെ വിൽക്കുന്നുണ്ട്, ബിയർ വെള്ളം ഒക്കെ വിൽക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. ഈസ്റ്ററിൻ്റെയും കൂടെയൊക്കെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും ഇവിടുന്ന് കേട്ടോ. ഇതുണ്ട്, ഇവിടെയൊക്കെ പോലീസ് എപ്പോഴും തോക്കും കൊണ്ടാട്ടോ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കണ്ടോ. ഫുള്ള് തോക്കും കൊണ്ടാ നടക്കുന്നത്. കണ്ടോ, മൊത്തം പാരീസ് സിറ്റിയിൽ ഫുള്ള് ഗൺ ഡൗൺ ചെയ്ത് അവരിങ്ങനെ നടക്കുന്നുണ്ട്.
നമ്മൾ ആ ബസ്സിലേക്ക് ഇവിടുന്ന് അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എന്നാലും ആ നല്ല വൈബ്, നല്ല രസമായിരുന്നു. പുറത്ത് പാട്ടും മേളവും രാപ്പാപ്പൻ ഡാൻസ് കളിക്കുന്നൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ മെട്രോ എടുത്തിട്ട് പാരീസിന്റെ മെയിൻ സംഭവമായ ഐഫൽ ടവർ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ അവിടെ എത്തി. നമുക്ക് 9 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 8:30 എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചെന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും അതിൻ്റെ ടോപ്പ് സമ്മിറ്റിലോട്ട് നമ്മളെ ലിഫ്റ്റിൽ കൊണ്ടുപോകുന്ന ഒരു ഇതിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണണം. ഇതുവരെ ഐഫൽ ടവറിൽ ലിറ്റപ്പ് ആയിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. എത്ര മണി കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. 8:30 എവ്രി ആറ് കാണാമോ? കണ്ടോ, ഒരു ഇച്ചിരി കാണുന്നില്ലേ? നമ്മൾ ഐഫൽ ടവർ കാണാൻ വേണ്ടി എത്തിയടേ. അപ്പൊ നോക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു പോസ്റ്ററും ഫ്ലാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മാർക്കറ്റിംഗ്. പിന്നെ ഇവിടെ ഈ റോബറിയുടെ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഈ മെട്രോയിലൊന്നും ഞാൻ വീഡിയോ അധികമൊന്നും എടുക്കുന്നില്ല. ഒരാളുടെ പാട്ട് പാടുന്നുണ്ടേ. പിന്നെ ഫോണും എൻ്റെ ഈ ഓസ്മോ ഒക്കെ ഞാനിങ്ങനെ കഴിഞ്ഞ പാടെ തന്നെ ബാഗിൽ ഇട്ടിട്ട്, കണ്ടോ എൻ്റെ ഫോൺ അശ്വിൻ്റെ തന്നു. അശ്വിൻ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പം ഞാൻ ഫോൺ അശ്വിൻ്റെ കൊടുക്കും. ഓസ്മോ ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടിട്ട് അത് ഫ്രണ്ടിലോട്ട് തൂക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഓവറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകാമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നോക്കണം ഒന്ന്. കടയാണ്. നമ്മുടെ ഐഫൽ ടവറിലോട്ട് കയറുന്നതിൻ്റെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ബാഗ് ചെക്കിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം നേരെ ഐഫൽ ടവറിൽ താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റിൽ ഏറ്റവും ടോപ്പ് ഫ്ലോർ വരെ പോകുന്നതെന്ന് പറഞ്ഞേ. പ്ലസ് ഒരു ഷാമ്പെയിനും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ പാക്കേജ്. ഇതിൻ്റെ കാണിച്ചു തരാം. ഐഫൽ ടവറിന് നേരെ താഴെയാണ് ഇപ്പോൾ. ഐഫൽ ടവറിന് നേരെ താഴെയാണ്. നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ട് ഇവിടെ ഇത് ബുക്ക് ചെയ്യാനായിട്ട്. നേരത്തെ ടിക്കറ്റ് എടുത്താൽ നല്ലതാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ കയറാനായിട്ടുള്ള ക്യൂ ആണിത്. അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. മറ്റേ ടിക്കറ്റ് എടുക്കാനുള്ളവരുടെ ക്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. പിന്നെ ഇത് ഇന്ന് ഈസ്റ്ററിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിലും ഈസ്റ്ററിൻ്റെ ദിവസമല്ല ഇവിടെ. അല്ലെങ്കിലും ഹായ്, ലൈറ്റ് വന്നേ. ലൈറ്റ് വന്നപ്പോൾ ഇത് കേട്ടോ ആൾക്കാര് ചെയ്യുന്ന. ഞാൻ പക്ഷെ പ്രതീക്ഷിച്ചല്ലോ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ട് ഇവിടെ ഭയങ്കര വിളിച്ച പറഞ്ഞൊക്കെ കേട്ടിട്ട് ഇതിങ്ങനെ ഭയങ്കര തുരുമ്പിച്ചിട്ടാണെന്നൊക്കെ കേട്ടത്. മേ ബി ഇതിനി റിനോവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തോ അല്ലായിരിക്കും. എനിക്ക് നല്ല കളറായിട്ട് തോന്നിയിട്ട് ഒരു അങ്ങനെ എന്നാലും ഒരു സാൻഡൽ കളറായിട്ടാണ് എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ അത്ര മോശമല്ല. അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടാവണം. കണ്ടോ, അത്ര തുരുമ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നത്. നമ്മള് ലിഫ്റ്റിൽ കയറി കേട്ടോ. നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിലാട്ടോ നിൽക്കുന്നത്.
ഇത് സെക്കൻഡ് ഫ്ലോർ ആട്ടോ, നമ്മളിപ്പോൾ പുറത്തുനിന്ന് കണ്ടില്ലേ, അതിൻ്റെ അകത്തെ ഒരു ലോബി പോലെ. ആ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് സമ്മിറ്റിലോട്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ ഒരു മഴ അങ്ങ് പെയ്തു. ഈ ഐഫൽ ടവറിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ മഴ പെയ്ത് ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ലിഫ്റ്റ് എടുത്ത് കണ്ടോ, ലിഫ്റ്റ് എത്ര സെക്കൻഡ്സിനുള്ളിൽ മുകളിൽ സമ്മിറ്റിലെത്തും എന്നൊക്കെ നമുക്ക് കാണണം കേട്ടോ. പെട്ടെന്ന് എത്തി. മുകളിലെത്തിയപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ ഭയങ്കര തണുത്തിട്ട് ഒരു കംഫർട്ടബിളായിട്ട് എല്ലാവരും നിൽക്കുകയായിരുന്നു. കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഹീറ്ററായിരുന്നേ. അപ്പോൾ ആ ഗ്ലാസ്സസ് ഒക്കെ ഇച്ചിരി ചൂടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ചൂട് പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പും കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്താം. അപ്പോൾ ഞങ്ങൾ ടോപ്പിൽ പോയി, അവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി, കാരണം അത്രയും തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ടോപ്പ് ഫ്ലോർ എത്തി, ആദ്യം സെക്കൻഡ് ഫ്ലോർ എത്തി, പിന്നെ അത് ടോപ്പ് ഫ്ലോർ എത്തി. ഇത് ടോപ്പ് ഫ്ലോറിന്റെ ഒരു സെക്ഷനാണ്, അത് ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇതാണ് വ്യൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് ചെറിയത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലും, അതാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത്, ഗ്രീനിലൊക്കെ ഇട്ടിട്ടുള്ളത്. അവിടെ ചെറുതിന് മഴയാണ്, ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഞങ്ങൾക്ക് ഷാമ്പെയിൻ, ഈ പാക്കേജിനകത്ത് ഷാമ്പെയിൻ, ഈ തണുപ്പൊക്കെ ഷാമ്പെയിൻ കുടിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെടുത്ത് ഇവിടെ വന്നു, എങ്ങനെയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതിലുണ്ടോ, ഇത് ഹീറ്റർ ഇട്ടിട്ടുണ്ട്, അപ്പൊ നല്ല ചൂടുണ്ട്, ഇതിനൊക്കെ നല്ല ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഇപ്പൊ നല്ല സുഖമുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ പറ്റി പിടിച്ചിരിക്കുക, വണ്ടിയൊക്കെ പോലെ എവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. ഈ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറുന്നത് രണ്ട് വഴി നമുക്ക് കയറാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റെപ്സ് എടുത്ത് കയറാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് എടുക്കാം. അപ്പോൾ ലിഫ്റ്റ് എടുക്കുന്നതിന് നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വരെ മാത്രം നമുക്ക് ലിഫ്റ്റ് എടുത്തിട്ട് അവിടുത്തെ വ്യൂ കൊണ്ടെടുത്ത് തിരിച്ചു പോരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ഫ്ലോറും കഴിഞ്ഞ് ടോപ്പ് ഫ്ലോർ സമ്മിറ്റ് വരെ നമുക്ക് ലിഫ്റ്റ് എടുത്ത് പോവാം. അപ്പോൾ അതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട്. നമുക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ടിക്കറ്റ് ക്യൂ നിന്നെടുക്കണം. ക്യൂ നിന്നെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയമൊക്കെ എടുക്കും, പക്ഷേ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് എടുത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് സെക്കൻഡ് ഫ്ലോർ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ എന്ന് പറയുന്നത് സമ്മിറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ വരെ പോവുകയാണെങ്കിൽ ഇതാ ലിഫ്റ്റ് പോകുന്നത് ഇതിൻ്റെ ലെഗിൽ കൂടെയാണ്, ഇതിലൂടെയാണ് ലിഫ്റ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോക്ക് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ലാൻഡ് ചെയ്യും, അത് ഓപ്പൺ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെയുള്ളൊരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റ് എടുത്തിട്ട് സമ്മിറ്റിൽ വരെ പോകാൻ പറ്റും. സമ്മിറ്റിൽ അത് ഫുള്ളി കവേർഡാണ്. സമ്മിറ്റിന് ഏറ്റവും മുകളിൽ നമ്മൾ ആ ഷാമ്പെയിൻ കുടിച്ച ആ ഭാഗം മാത്രം ഇച്ചിരി ഗ്രില്ലിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ടോപ്പ് ഫ്ലോർ ആ സമ്മിറ്റ് ഫുള്ളി ഗ്ലാസ്സിൽ കവേർഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇത് കണ്ടോ ലിഫ്റ്റ് പോകുന്നത്, ഇതാ ഞാൻ പറഞ്ഞത്, ലിഫ്റ്റ് ലെഗിൽ കൂടെ പോകുന്നത്, ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഐഫൽ ടവറിന് ഇപ്പോൾ ഒരു 9 മണിയുണ്ട്, എന്ന് വെച്ചാൽ 8:45 വരെ ഡേ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ 9 മണി തൊട്ട് 9 മണി 10 മണി 11 മണിയൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റ്സ്. ഇപ്പോൾ ഓണാവേ, ഒരു 11 o'clock ഓണായി തുടങ്ങിയിട്ടുണ്ട്. ഹായ്, നല്ല രസമുണ്ട്. വീഡിയോക്കകത്ത് എത്ര കാണുന്നുണ്ടെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പാരീസിന്റെ ഫസ്റ്റ് ഡേ വ്ലോഗ്. നല്ലൊരു ദിവസമായിരുന്നു അല്ലേ. നമ്മള് നോട്ടർഡാം കണ്ടു, പിന്നെ ലാറ്റിൻ സ്ക്വയർ നടന്നു, പിന്നെ ബസിലിക്ക കണ്ടു, പിന്നെ അവസാനം നമ്മൾ ഐഫൽ ടവർ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ വ്ലോഗിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.